യെസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യാചന പ്രാർത്ഥന. യാചന പ്രാർത്ഥന നമ്മൾ കേട്ടു നാം ചോദിക്കുന്നതെല്ലാം അവനിൽ നിന്ന് നാം ലഭിക്കുന്നു. 106 അത് 2632 നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. 635 പേജ് നമ്പറാണ്. യെസ്, 2632. ക്രിസ്തീയ യാചന. അതാണ്. അത് പറയുമ്പോൾ തന്നെ എനിക്കങ്ങ് ഭയങ്കര വികാരം വരികയാണ്. ക്രിസ്തീയ യാചന. അപ്പോൾ എന്താ, ക്രിസ്തീയമല്ലാത്ത യാചനകളുണ്ടോ? അതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട വലിയൊരു രഹസ്യം. ക്രിസ്തീയ യാചന യേശുവിൻ്റെ പ്രബോധനമനുസരിച്ച് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിനായുള്ള ആഗ്രഹത്തെയും അന്വേഷണത്തെയും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അതാണ്. ഇത് വിശദമാക്കണം. ഇതിൻ്റെ സൈഡിലുള്ള പാരഗ്രാഫുകളിലാണ് കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത്. ഈ യാചനകളിൽ ഒരു മുൻഗണനാക്രമമുണ്ട്. ആദ്യം ദൈവരാജ്യത്തിന് വേണ്ടിയും പിന്നെ അതിനെ സ്വാഗതം ചെയ്യാനും ആവശ്യമായവയ്ക്ക് വേണ്ടിയും തുടർന്ന് അതിൻ്റെ ആഗമനവുമായി സഹകരിക്കാൻ വേണ്ടിയും ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യത്തോടുള്ള ഈ സഹകരണമാണ് സഭയുടെ ഇപ്പോഴത്തെ അപ്പസ്തോലിക സമൂഹ പ്രാർത്ഥനയുടെ ലക്ഷ്യം. മനസ്സിലായില്ലേ? പെട്ടെന്ന് മനസ്സിലായോ? ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇത് കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ. അതാണ് ഇനി നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഈ പാരഗ്രാഫ് ആദ്യം മുഴുവൻ അങ്ങ് വായിച്ച് കേൾക്കാം. എല്ലാ സഭകൾക്കും വേണ്ടിയുള്ള ദൈവിക ഔത്സുക്യം എങ്ങനെ ക്രൈസ്തവ പ്രാർത്ഥനയ്ക്ക് പ്രചോദനമാവണമെന്ന് അപ്പസ്തോലവര്യനായ പൗലോസിൻ്റെ പ്രാർത്ഥന നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അധ്വാനിക്കുന്നു. എങ്ങനെ അധ്വാനിക്കുന്നു? പ്രാർത്ഥനയിലൂടെ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ പദാനുപദം അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. ക്രിസ്തീയ യാചന അതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അവസാനം പറയുന്നുണ്ട്, എന്താണ് ക്രിസ്തീയ യാചന? ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അധ്വാനിക്കുന്നു. ആ അവസാനത്തെ ഭാഗമെടുക്കുമ്പോഴാണ് എളുപ്പം അത് മനസ്സിലാകുന്നത്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും, ഇപ്പോൾ നമ്മളെല്ലാവരും, സഭ മുഴുവനും, എല്ലാ വിശ്വാസികളും ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ പ്രധാന ദൗത്യം എന്താണ്? എല്ലാ വിശ്വാസികളും പ്രാർത്ഥനയിലൂടെ ആദ്യം പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അധ്വാനിക്കുന്നു. പ്രാർത്ഥനയിലൂടെ അധ്വാനിക്കുന്നു. ഇപ്പം ഞാൻ കുറച്ച് വിശദമാകാൻ പോക്കെയാണ് ഇട്ടത്. ഇവിടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം നമ്മൾ ആദ്യം 24 മണിക്കൂറും, നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് നമ്മൾ 24 മണിക്കൂർ പ്രാർത്ഥനകൾ ആരംഭിച്ചത്. മറ്റുള്ളവരെങ്കിലും നോക്കി നിന്നിട്ട് അവർക്കൊരു തമാശമായിരിക്കണത്. ഇതെന്താ ഇതിൻ്റെ ആവശ്യം 24 മണിക്കൂർ പ്രാർത്ഥിക്കേണ്ടത്? ഇന്നിവിടെ എല്ലാം എന്തോരം ആരാധനാ ആലയങ്ങളാണെന്നറിയാമോ? ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നമ്മളെ കളിയാക്കുമായിരുന്നു. കാരണം അവർ 8 മണിക്കൂറൊക്കെ വയലിൽ അധ്വാനിക്കണം.
നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ഈ പ്രാർത്ഥന ഒരു അധ്വാനമായിട്ട് അവർ കണക്കാക്കുന്നില്ല. കണ്ടോ, ഇവിടെ പറയണത് എന്താ? പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അധ്വാനിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയും, നിങ്ങൾ 8 മണിക്കൂർ വയലിൽ അധ്വാനിക്കണ മാതിരി 8 മണിക്കൂറൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിക്കും. ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ. 1 മണിക്കൂർ പോലും കട്ടിച്ചവർക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത് ഞാൻ വലിയൊരു കാര്യം പറയാം കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ പ്രാർത്ഥിക്കണത് വെറുതെ ഇരിക്കലാണെന്ന്. നമ്മളിൽ പലരും വളരെയധികം അധ്വാനിക്കുന്നവരായിരിക്കാം. പക്ഷേ 8 മണിക്കൂർ പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാർ 8 മണിക്കൂറൊന്ന് കർത്താവിൻ്റെ മുമ്പിലിരുന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ പറ്റുമോ നോക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഇമ്പോസിബിൾ, സാധിക്കില്ല. കാരണം പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളങ്ങ് തളർന്നു പോകും. ഈ പാടത്ത് അധ്വാനിക്കുന്നതിനേക്കാളും വലിയ അധ്വാനമാണ് പ്രാർത്ഥന. നമ്മൾ തളരും. അതുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും മുമ്പ് ആദ്യം വ്യക്തിപരമായി പ്രാർത്ഥിച്ച് നമ്മൾ തന്നെ നിറഞ്ഞിട്ടേ പ്രാർത്ഥിക്കാവൂ എന്ന് തന്നെ പറയണത്. പ്രാർത്ഥന അത്ര എളുപ്പമാണെന്ന് വിചാരിക്കണ്ട. പ്രാർത്ഥന വലിയ ഒരു അധ്വാനം തന്നെയാണ്. അത് മനസ്സിലാവുന്നത് ഒരു 2 മണിക്കൂർ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും നമ്മളങ്ങ് തളരും. എന്തുകൊണ്ടാണ് തളരണേ? ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെട്ടു. ആ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അധ്വാനിക്കുന്നു. അധ്വാനം എന്ന് പറഞ്ഞാൽ ശക്തി പുറപ്പെടും നമ്മളിൽ നിന്ന്. ശക്തി പോകും ഒരു കാര്യമാണിത്. അതാണ് അധ്വാനം എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടുതൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് 1-2 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തി കഴിയുമ്പോൾ, പിന്നെ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച് നമ്മൾ ശക്തി ഇങ്ങോട്ട് വലിച്ച് ശക്തി കൊണ്ട് നിറയും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക്. അപ്പോൾ ഈ പ്രാർത്ഥന ഒരു അധ്വാനമാണെന്ന് പറയുന്നത് വളരെ പ്രധാന ഒരു കാര്യമാണ്. പ്രാർത്ഥന ഒരു അധ്വാനമാണെന്ന് പറയുന്നത് അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, കുറേ സമയം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണം വരുന്നതിൻ്റെ കാരണം ആ പ്രാർത്ഥനയുടെ ഒരു മെത്തഡോളജി ശരിക്കും അറിയാത്തത് കൊണ്ടാണ്. പ്രാർത്ഥിച്ചാൽ ക്ഷീണം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥന നിങ്ങളുടെ വിജയിച്ചു എന്നർത്ഥം. ഇനി ആ ക്ഷീണം മാറ്റാൻ വേണ്ടി വേറെ ഡയറക്ഷനിൽ പ്രാർത്ഥിക്കണം. നമ്മളിലേക്ക് ശക്തി നിറയാൻ പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. അതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന തന്നെ. മത്തായിയുടെ സുവിശേഷത്തിന് ഈശോ പറഞ്ഞിരിക്കുന്നത്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക. കേട്ടോ, അതൊരു വ്യക്തിപരമായ പ്രാർത്ഥനയാണ്. എന്നാൽ ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരു ശുശ്രൂഷയാണ്. കാരണം ലൂക്കായുടെ സുവിശേഷം എന്താണ്? പൗരോഹിത്യമുറപ്രകാരമുള്ള സുവിശേഷമാണ്. പൗരോഹിത്യമുറപ്രകാരം പൗരോഹിത്യ ശുശ്രൂഷയാണത്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒരുവന് അർദ്ധരാത്രിയിൽ മറ്റൊരുവൻ അവൻ്റെ വീട്ടിൽ വന്നു, അവന് അപ്പം കൊടുക്കാനില്ല. അവൻ വന്ന് മറ്റൊരുവൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് യാചിക്കുകയാണ്, എനിക്ക് 3 അപ്പം കെട്ടണം രാത്രി. കണ്ടോ? അപ്പോൾ അത് അവൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയല്ല, വേറൊരാൾക്ക് കൊടുക്കാനാണ്. അത് ദൈവരാജ്യ കേന്ദ്രീകൃതമാണ് ഈ പ്രാർത്ഥനകളൊക്കെ. നമ്മളതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ പറയാണ്, ആ 2 സുവിശേഷത്തിൻ്റെ വ്യത്യാസം കണ്ടോ. മത്തായിയിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന വ്യക്തിപരമായ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ, ലൂക്കായിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥനയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരേ പ്രാർത്ഥന കൊണ്ട് തന്നെ വ്യക്തിപരമായും പ്രാർത്ഥിക്കാം,
മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ആദ്യ ഭാഗത്തു നിന്ന് എടുക്കാം. ഇപ്പോൾ ഈ അവസാന ഭാഗത്തിനെ നിന്നാണ് ഇതിൻ്റെ ഒരു എളുപ്പം മനസ്സിലാക്കൽ. ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോ വ്യക്തിയും പ്രാർത്ഥനയിലൂടെ ദൈവരാജ്യത്തിൻ്റെ വരവിന് വേണ്ടി അധ്വാനിക്കുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടെയാണ്? നമ്മളെങ്ങും തുടങ്ങിയിട്ടില്ല, നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. വിഷമിക്കണ്ട, സമയമാവുന്നേ ഉള്ളൂ. ഒരു വയസ്സിൽ അവസാനിക്കാൻ പോകുമ്പോഴത്തെ ആൾക്കാർ ബഹളമുണ്ടാക്കണം. പക്ഷേ ഇവിടെ നമ്മൾ തോന്നുമ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ക്രിസ്തീയ യാചന, യേശുവിൻ്റെ പ്രബോധനമനുസരിച്ച് വരാനിരിക്കുന്ന ദൈവരാജ്യത്തിനായുള്ള ആഗ്രഹത്തെയും അന്വേഷണത്തെയും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് മത്തായി 6:33, 6:10, 6:33, 6:10, മത്തായി 6:10 എന്ന് പറയുന്നത് അങ്ങയുടെ രാജ്യം വരണമേ. ഇതാണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന. 6:33, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. ഇത് നമ്മളെല്ലാവരും ധാരാളം പറയാറുള്ള വചനമാണ്. പക്ഷെ അതിൻ്റെ പറയുമ്പോഴും ഒക്കെ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: ഞാൻ ധ്യാനം കൂടാൻ വന്നു, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴേക്കും അപ്പോയിൻമെൻറ്റ് ലെറ്റർ റെഡിയാണ്, വിസ റെഡിയാണ്, കടബാധ്യത മാറി. കണ്ടോ? പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടിച്ചേർക്കപ്പെടുന്ന വശമാണ്. പക്ഷേ അതിന് ആന്തരികമായ മറ്റൊരു വശമുണ്ട്. ആന്തരികമായ മറ്റൊരു വശം, ഈ യാചനകളിൽ ഒരു മുൻഗണനാക്രമമുണ്ട്. എന്തിനാണ് മുൻഗണന? ആദ്യം ദൈവരാജ്യത്തിന് വേണ്ടിയും പിന്നെ അതിനെ സ്വാഗതം ചെയ്യാനും ആവശ്യമായവയ്ക്ക് വേണ്ടിയും തുടർന്ന് അതിൻ്റെ ആഗമനവുമായി സഹകരിക്കാൻ വേണ്ടിയും ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൗത്യത്തോടുള്ള ഈ സഹകരണമാണ് സഭയുടെ ഇപ്പോഴത്തെ അപ്പസ്തോലിക സമൂഹ പ്രാർത്ഥനയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് വ്യക്തമാണ്. ആദ്യം ദൈവരാജ്യത്തിന്, തുടർന്ന് അതിൻ്റെ ആഗമനം. ഇനി ഇതിൻ്റെ സൈഡിലുള്ള പാരഗ്രാഫിൽ വായിക്കും നമുക്ക് ഒന്നിച്ചത് എക്സ്പ്ലനേഷൻ ആവും. 2816 പുതിയ നിയമത്തിൽ ബിസിലേയ എന്ന ഗ്രീക്ക് പദം 3 വിധത്തിൽ വിവർത്തനം ചെയ്യാം. രാജത്വം, ഗുണനാമം. രാജ്യം സാമാന്യനാമം, ഭരണം ക്രിയാനാമം. ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതാണ്. ഇതാണ് വലിയ രഹസ്യം. ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതാണ്. ഇങ്ങനെ നമ്മൾ സാധാരണ ചിന്തിക്കാറുണ്ടോ? ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതാണ്. അവതീർണ വചനത്തിലൂടെ അത് നമുക്ക് സമീപസ്ഥമാകുന്നു. അവതീർണ വചനത്തിലൂടെ എന്ന ഭാഷ ഇപ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അവതീർണ വചനത്തിലൂടെ എന്ന് പറഞ്ഞാൽ മനുഷ്യാവതാരത്തിലൂടെ ദൈവരാജ്യം യേശു എന്ന വ്യക്തിയിൽ സമാഗതമായി. എങ്ങനെ സമാഗതമായി? വചനം മാംസമായി മനുഷ്യനായി അവതരിച്ചതിലൂടെ. അപ്പം അതിനു മുമ്പ് എവിടെയായിരുന്നു? അതിനു മുമ്പ് യേശു ഉണ്ടായിരുന്നോ? അതിനു മുമ്പ് യേശു ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് വചനമാണ്. അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് എന്ന് ഈശോ പറഞ്ഞത്. അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്.
അല്ലോ ഈശോ സംശയമൊന്നുമില്ലല്ലോ, ഈശോ തന്നെ പറഞ്ഞ വചനമല്ലേ. എന്തൊരു മനോഹരം! ഇത് കണ്ടോ, യോഹന്നാൻ 8 കണ്ടോ, ഇതാണ് മറ്റൊരു അഭിഷേകം. പ്രൈസ് ദ ലോർഡ്. യോഹന്നാൻ 8:58 വേണ്ടിയാണ് ഞാൻ തുറന്നത്. യോഹന്നാൻ 8:58 എന്താണ് പറയണേ? യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട്. ഇത് കേട്ടാൽ കല്ലെറിയാതിരിക്കുമോ? അപ്പോൾ അന്ന് അവിടെ കൂടിയിരുന്ന ആളുകൾ കല്ലെറിയാൻ. പക്ഷെ ഇന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മളങ്ങ് അന്തം വിടുകയാണ്. എന്താ ഈ കേൾക്കണേ? അപ്പോൾ ഇനി ഇതിനെ ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെടുത്താം. അപ്പോൾ ദൈവരാജ്യം എന്ന് മുതലുണ്ട്. ദൈവരാജ്യം യേശുക്രിസ്തു തന്നെയാണെന്ന് നമ്മൾ റിഡന്തോറിസ് മിസ്സിയോയിലെല്ലാം പല പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. യേശുക്രിസ്തുവിൽ തന്നെയാണ് ദൈവരാജ്യം. യേശുക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം. അപ്പോൾ ആ ദൈവരാജ്യം അവതീർണ വചനത്തിലൂടെ സമാഗതമായി. എന്നാൽ ഈ വചനം അവതീർണമാകുന്നതിന് മുമ്പ് ആ വചനം പിതാവിനോടൊപ്പം സത്തയിൽ ഒന്നായിരുന്ന കാലഘട്ടത്തിൽ ദൈവരാജ്യം ഉണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം 3-ാം ഗഹന്റെ പ്രാർത്ഥനയാണ് മനസ്സിൽ വരുന്നത്. അതൊന്ന് പറഞ്ഞോട്ടെ. കുർബാനയിലെ 3-ാം ഗഹന്റെ പ്രാർത്ഥന, അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ കണ്ടോ. അതാണ് ദൈവരാജ്യം മുമ്പുണ്ടായിരുന്നു എന്ന് പറയണത്. എന്താണ്? അവതീർണ വചനത്തിലൂടെ അത് നമുക്ക് സമീപസ്ഥമാകുന്നു. സുവിശേഷം മുഴുവനിലും അത് പ്രഖ്യാപിക്കപ്പെടുന്നു. യേശുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും അത് സമാഗതമാകുന്നു. അന്തിമ അത്താഴം മുതലും കുർബാനയിലും ദൈവരാജ്യം വരുന്നു. കണ്ടോ, ഇൻ ദ യൂക്രിസ്റ്റ്. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞോട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. കണ്ടോ, അപ്പോൾ ശുശ്രൂഷകൻ പ്രഖ്യാപിക്കും, ദൈവരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ. അപ്പോൾ ദൈവരാജ്യം, ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ആ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് മനസ്സിലാകേണ്ടത്, ദൈവരാജ്യം യേശു മനുഷ്യനായി അവതരിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഞായറാഴ്ചത്തെ ലത്തീൻ ആരാധനാക്രമം അനുസരിച്ച് ഈ ഞായറാഴ്ചത്തെ വചനവായനകളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഒന്ന്, ജീവൻ്റെ അപ്പത്തെക്കുറിച്ചാണ് സുവിശേഷം. സങ്കീർത്തനവും അപ്പത്തെക്കുറിച്ചാണ്. പഴയ നിയമ വായനയിൽ മന്ന വർഷിച്ചതിനെക്കുറിച്ചാണ്. അപ്പോൾ അവർ പിറുപിറുത്തുകൊണ്ട്, ഞങ്ങൾക്കൊന്നും ഭക്ഷിക്കാനില്ല, എന്തിനാണ് ഞങ്ങൾ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് ഇതേമാതിരി കഷ്ടപ്പെടുത്തലെന്ന് പറഞ്ഞ് മോശയുടെ പുറകെ നടന്നുകൊണ്ട് മോശയെ വിഷമിപ്പിക്കുന്നു പോവും. മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ കേൾക്കേണ്ടതാണ്. ഓ പാവം മോശ. അവസാനം കർത്താവ് മോശയോട് പറഞ്ഞു, അവർക്ക് ഞാൻ അപ്പം നൽകും. അങ്ങനെ പിറ്റേ ദിവസം നോക്കുക, അവരാകെ അത്ഭുതപ്പെടുന്നു. പറമ്പ് നിറച്ചും അപ്പം.
ഇതെന്താ ഈ സാധനം? അത് അപ്പമാണ്. ദൈവം നിങ്ങൾക്ക് അപ്പം തന്നിരിക്കണോ? എല്ലാവരും വാരി കൂട്ടി ഭക്ഷിക്കാൻ തുടങ്ങി. ഈശോ അതിനെക്കുറിച്ച് പറയണ എന്താ? ഈശോതെ ഇപ്പോൾ യോഹന്നാൻ 8, യോഹന്നാൻ 7 ഈശോ, യോഹന്നാൻ 6 ഈശോ എന്താ പറഞ്ഞത്? മോശയല്ല നിങ്ങൾക്ക് അപ്പം നൽകിയത്, അവിടെ നിന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ. കണ്ടോ, ഫരിസേയർ പറയാണ്, അവിടെ നിന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. നീ എന്താണ് അടയാളമാണ് തരുന്നത്? കണ്ടോ. അപ്പോൾ ഈശോ പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്, എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥ അപ്പം തരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. അപ്പം ഈശോ തന്നെ പറയാണ്, ആ മോശയുടെ കാലത്ത് അപ്പം നൽകിയത് മോശയല്ല, എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഞാനും പിതാവ് ഒന്നാണെന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ മോശയുടെ കാലത്ത് യേശു ഉണ്ടായിരുന്നോ? അതാണ് നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്ന അപ്പം. എന്തെല്ലാം ചരിത്രപരമായ രഹസ്യങ്ങളുള്ളതാണ് അതിൽ. മോശ ചെങ്കടൽ കടക്കുന്ന സമയത്ത്, ഇസ്രായേൽ ജനത്തിനെ ചെങ്കടൽ കടത്തുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, നീ ആടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ പൂശുകയും പുളിപ്പില്ലാത്ത അപ്പം എല്ലാവരും ഉണ്ടാക്കി ഭക്ഷിക്കുകയും ചെയ്യണം. കണ്ടോ, അവിടെയും യേശു തന്നെയാണ് ആ പുളിപ്പില്ലാത്ത അപ്പവും ആ കുഞ്ഞാടിൻ്റെ രക്തവുമായിട്ട് മുന്നോടിയായിട്ട്. അബ്രാഹത്തിന് മുൻപ് ഞാനുണ്ട്, മോശയ്ക്ക് മുമ്പ് ഞാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ ഈ വിശാലത നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് വിശ്വാസം. നമ്മൾ ഈ ഭക്ഷിക്കണ അപ്പം, നമ്മൾ ഈ ഉൾക്കൊള്ളുന്ന വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ കേന്ദ്രീകൃതത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ പഴയ നിയമ വായനകളൊക്കെ അതിൽ വായിക്കുമ്പോൾ, നമ്മൾ സങ്കീർത്തന ധ്യാനത്തിൽ കേട്ടു പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഈ വായനകളൊക്കെ എല്ലാ സാബത്തുകളിലും വായിച്ചിരുന്നതാണല്ലോ, പക്ഷേ ആരും മനസ്സിലാക്കിയില്ല അന്ന്. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ പഴയ നിയമ വായനയും സങ്കീർത്തനവും പുതിയ നിയമ വായനയും തമ്മിലുള്ള ഒരു മനോഹരമായ ബന്ധം മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന. ഈശോ ഇവിടെ പറഞ്ഞെന്താ? ദൈവരാജ്യം നമുക്ക് മുൻപേ ഉള്ളതാണ്. നമുക്ക് മുൻപേ ഉള്ളതാണ്. നമുക്ക് മുൻപേ എന്ന് പറഞ്ഞാൽ ഈ പുതിയ നിയമ കാലഘട്ടത്തിന് മുൻപേ, ഈശോയുടെ ജനനത്തിന് മുൻപേ ഉള്ളതാണ്. ഇതൊന്നും ഉൾക്കൊണ്ട് എല്ലാവരും. അപ്പോൾ നമ്മുടെ യാചന പ്രാർത്ഥനകൾക്കെല്ലാം വേറൊരു മാനം വരികയാണ്. ഇപ്പോൾ നമ്മൾ പഴയ നിയമത്തിലെ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാകണം, അതെല്ലാം യേശുക്രിസ്തുവിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. എല്ലാ പ്രാർത്ഥനകളും യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ജെറീക്കോ പ്രാർത്ഥനയായാലും നെഹമിയ പ്രാർത്ഥനയായാലും പിന്നെ എന്താണ് ദാനിയേൽ പ്രാർത്ഥനയായ, ഇതെല്ലാം യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ്? അബ്രാഹത്തിന് മുൻപേ ഞാനുണ്ട്. ഞാൻ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും അതിൻ്റെ പ്രവർത്തന ശൈലി, അതിൻ്റെ ഭരണശൈലി നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് മനസ്സിലാവും.
ഞാനിത് സ്നേഹമുള്ളവരെ, ഞാനിത് പറയുന്നത് ഇപ്പം നമ്മളുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആരംഭം മുതലേ എനിക്ക് പിടികിട്ടിയ ഒരു രഹസ്യം ഇതാണ്: ദൈവരാജ്യം എന്നാൽ യേശുക്രിസ്തു തന്നെയാണെന്നും ആ ദൈവരാജ്യം നമ്മിൽ തന്നെ ഉണ്ടെന്നും എനിക്ക് ആരംഭം മുതലേ മനസ്സിലായി. അന്നത്തെ ധ്യാനം കൂടിയിട്ടുള്ളവരിവിടെ കൂട്ടത്തിലുണ്ട്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വചനമായിരുന്നു ലൂക്ക 17:21. അവിടെയോ ഇവിടെയോ നിങ്ങൾ അന്വേഷിക്കുകയില്ല, ദൈവരാജ്യം നിങ്ങളിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഗാനം എഴുതിയപ്പോൾ പിതാവെന്നോട് കൂടെ പുത്രനെന്നോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ എന്ന് പാടുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ആരാധിക്കാൻ പറ്റണമെങ്കിൽ, യാചന പ്രാർത്ഥനകളോ ആരാധനയോ പറ്റണമെങ്കിൽ ആദ്യം പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതൊക്കെ, പക്ഷെ അത് യഥാർത്ഥമായി ഒരു അനുഭവ തലത്തിലേക്ക് വരണമെങ്കിൽ ആദ്യം അവിടുത്തെ രാജ്യം എവിടെയാണെന്ന് അറിയണം. എവിടെയാണ് അവിടുത്തെ രാജ്യം? അവിടുത്തെ രാജ്യം നമ്മളിൽ തന്നെ ഉണ്ട്, നമ്മുടെ ആത്മാവിലുണ്ട്. ആ പോയിന്റിലാണ് പ്രാർത്ഥനയെക്കുറിച്ച് 2565 പറയുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ദൈവരാജ്യത്തിൻ്റെ കൃപ, ത്രിത്വൈക ദൈവം നമ്മുടെ ആത്മാവിൽ സന്നിഹിതമാണെന്നുള്ള ആ അവസ്ഥയാണ്. അപ്പോൾ അത് പുറത്തല്ല, വേറെ എവിടെയോ അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവ് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മളുടെ പ്രാർത്ഥന ശരിക്കും ഒരു പ്രാർത്ഥനയാകണമെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവും ഈശോയും തന്നെയാണ് അവിടെ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു കഴിഞ്ഞു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, ഈശോയും പ്രാർത്ഥിക്കുന്നു. അവർ പള്ളിയിലോ മലമുകളിലോ അല്ല, നമ്മുടെ ആത്മാവിലിരുന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആത്മാവിലിരുന്നാ പ്രാർത്ഥിക്കണേ. പിടിയിട്ടില്ലേ? ഹല്ലേലൂയ. ആ നമ്മുടെ ആത്മാവാണ് ആദ്യത്തെ സക്രാരി. നമ്മുടെ ആത്മാവിലാണ് ദൈവാത്മാവ് ഒട്ടിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. എൻ്റെ ആത്മാവ് അങ്ങയോടൊട്ടി. ഈ ഒട്ടൽ മാറുമോ? ഇതൊരിക്കലും മാറില്ല. ഇത് അനന്തതയിലേക്കുള്ള ഒട്ടലാണ്. നിന്നെയും തോളിലേറ്റ് ഞാൻ കൊണ്ടുപോകും. ഞാൻ ആയിരിക്കുന്നിടത്ത് നീയുമായിരിക്കണം. അതാണ് കംപ്ലീറ്റ് വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല. അതാണ് ഇവിടെ പറയുന്നത്, നമ്മൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ രാജ്യം പല മൂലാണേ. ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടൊരു കാര്യമില്ല. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അങ്ങയുടെ രാജ്യം അത് വരണമേ എന്ന് പറഞ്ഞാൽ ഞാൻ ആ രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് എന്നെ തന്നെ വിടണേ. ആ രാജ്യത്തിൻ്റെ ഭരണം എൻ്റെ അന്തരാത്മാവിൽ, എൻ്റെ ആത്മാവിൻ്റെ അഗാധതയിൽ സംഭവിക്കണമേ. ഓക്കെ, അപ്പോൾ അവതീർണ വചനത്തിലൂടെ നമുക്ക് സമീപസ്ഥമാകുന്നു. സമീപസ്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ അകത്ത് തന്നെയാണ്. ഇനി സുവിശേഷം മുഴുവനിലും ആ രാജ്യമാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതാണ് സുവിശേഷം. ഈശോ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ ദൈവരാജ്യം പ്രഘോഷിക്കുവിൻ. അതാണ് സുവിശേഷം. ദൈവരാജ്യത്തെ കേന്ദ്രീകൃതമായിട്ട് വേണം സുവിശേഷം മുഴുവൻ വായിക്കാനും. ആ പ്രഘോഷത്തിൻ്റെ മുഴുവനും ഭൗതികമായ ഒന്നിനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് വായിക്കരുത്. അവിടെ നമുക്കതിൻ്റെ അതിൻ്റെ മണം പോലും കിട്ടില്ല. ഭൗതികമായ താനെ വന്നോളും. നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ദൈവരാജ്യത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം സുവിശേഷത്തിൻ്റെ ഓരോ വചനത്തെയും പഠിക്കേണ്ടത്. ഇത് വെച്ച് നോക്കുമ്പോൾ എന്താ നമ്മുടെ അവസ്ഥ? നമ്മൾ ഒരുപാട് മുന്നേറാനുണ്ട്.
നമ്മൾ സുവിശേഷത്തിലെ ഓരോ വചനവും പഠിക്കേണ്ടത് ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോഴാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാ ഒരു വചനം വരുന്നു, ലൂക്ക 8. ലൂക്ക 8 മത്തായി 13 വിതക്കാരൻ്റെ ഉപമ. 4 സ്ഥലത്ത് വചനം വീണു. ഒന്ന് വഴിയരികിന് വീണു, അത് പറവകൾ എടുത്തുകൊണ്ട് പോയി. എന്താ അതിൻ്റെ അർത്ഥം? വഴിയരികിന് വീണ വചനങ്ങൾ പറവകൾ എടുത്തുകൊണ്ട് പോയി. അതിനെ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ വ്യാഖ്യാനിക്കുന്നത് ഇതാണ്: പിശാച് എടുത്തുകൊണ്ട് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മൾക്കറിയാം, നമ്മൾ പിള്ളേരോട് എങ്ങനെ ചോദിച്ചു നോക്കി, ഇതെന്താ മോനെ പള്ളിയിൽ വചനം വായിച്ചത്? വചനം വായിച്ചത് അച്ഛൻ വായിച്ചല്ലോ, അച്ഛൻ വായിച്ചു, ഒരു ഓർമ്മയില്ല. നമ്മൾക്ക് തന്നെ അനുഭവമുണ്ട്. വചനം വായിച്ചു, വീട്ടിൽ വന്നപ്പോഴേക്കും വചനമില്ല. എന്തു പറ്റി? പിശാച് എടുത്തുകൊണ്ട് പോയി. സത്യമാണത്. എന്തവസ്ഥയിലാണ് പിശാച് എടുത്തുകൊണ്ട് പോകുന്നത്? അതൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ. അത് മത്തായിയുടെ സുവിശേഷത്തിലാണത് വെളിപ്പെടുത്തുന്നത്. എന്താണ് പിശാച് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? മത്തായി 13:18. മത്തായി 13:18. ഹല്ലേലൂയ. മത്തായി 13:18. ഇതാ പിടിച്ചോ. 18:19. ഇത് മലയാളത്തിലാണ് മനോഹരം. മത്തായി 13:19 ഒറ്റ വചനമാണ്. രാജ്യത്തിൻ്റെ എന്നുള്ള രാജ്യത്തിൻ്റെ. അതായത് ഈശോ പറയണ ഈ വിതക്കാരൻ വിതച്ചു എന്ന് പറയുന്ന വചനം ദൈവരാജ്യത്തിൻ്റെ വചനമാണെന്ന് മനസ്സിലാകാതെ അത് കേൾക്കുമ്പോൾ അത് പാറമേൽ അത് വഴിയരികിൽ വീണ പോലെയാണ്. അത് പിശാച് എടുത്തുകൊണ്ട് പോകും. ഒന്ന് ആലോചിച്ച് നോക്കിയോ നമ്മുടെ അവസ്ഥ. അതിനാൽ വിതക്കാരൻ്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. വിശദീകരിക്കുകയാണ്. 19 രാജ്യത്തിൻ്റെ. അതൊറ്റ വാക്യമാണ് മലയാളത്തിൽ. പിന്നെ 20-21 വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവനിൽ നിന്നും അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണോ നമ്മുടെ പ്രശ്നം? ഒന്ന് ചിന്തിച്ച് നോക്കണം. വചനം നമ്മൾ ധാരാളം കാണാപ്പാഠം പഠിക്കുന്നുണ്ട്. പക്ഷേ ഏത് വയലിലാണ്, എവിടെയാണ് അത് വീഴുന്നത്? അത് ഹൃദയത്തിൽ വീണോ? പാറപ്പുറത്ത് വീണോ? വഴിയരികിന് വീണോ? പാറപ്പുറത്ത് വീണോ? മുള്ളുകൾക്കിടയിൽ വീണോ? നല്ല നിലത്ത് വീണോ? നല്ല നിലത്ത് വീണത് വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കപ്പെടുന്നു. അല്ലാത്തതൊന്നും എല്ലാം പുറത്താണ് വീണത്. അപ്പം ഇത് രാജ്യത്തിൻ്റെ വചനമാണ് നമ്മൾ ശ്രവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ വചനപാരായണത്തിലോ വചന പഠനത്തിലോ വചന വ്യാഖ്യാനത്തിലോ ഒരു പ്രയോജനം ഉണ്ടാവില്ല. സുവിശേഷം മുഴുവനിലും അത് പ്രഖ്യാപിക്കപ്പെടുന്നു. ഇനി യേശുവിൻ്റെ മരണത്തിലും ഉത്ഥാനത്തിലും അത് സമാഗതമാകുന്നു. അന്തിമത്താഴം മുതലും വിശുദ്ധ കുർബാനയിലും ദൈവരാജ്യം വരുന്നു. അത് നമ്മുടെ മധ്യയുണ്ട്. ക്രിസ്തു അതിനെ തൻ്റെ പിതാവിനെ ഏൽപ്പിക്കുമ്പോഴാണ് ദൈവരാജ്യം മഹത്വത്തിലാഗതമാകുന്നത്. നാം ആരുടെ ആഗമനവും ദിവസവും പ്രതീക്ഷിക്കുന്നുവോ, ആരുടെ ആഗമനം എത്രയും വേഗം നമുക്ക് വെളിപ്പെടുത്തപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ, ആ ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് നാം ഉത്ഥാനം ചെയ്തതിനാൽ അവിടെ നിന്നാണ് നമ്മുടെ ഉത്ഥാനം. അതാണ് ഉത്ഥിതനായ ക്രിസ്തുവാണ് ഇവിടുത്തെ കേന്ദ്ര വിഷയം. ഉത്ഥിതനായ ക്രിസ്തു നമ്മളിൽ ഇപ്പോൾ വസിക്കുന്നു. അതുപോലെ അവിടെ നിന്നാണ് ദൈവരാജ്യം. കാരണം അവിടെ നിൽ നാം ഭരിക്കും.
ഓക്കെ, നമുക്കൊന്ന് നന്ദിയോടെ പ്രാർത്ഥിക്കാം.